കുളിക്കുന്നു. ദീപ അമ്പലത്തിൽ പോകുന്നില്ലേ? ഇനി കുളിക്കണം, ഡ്രസ് മാറ്റണം, നേരാവും. ഇതാ ചായ, അച്ഛന് കൊടുക്ക്. ഡാഡി ചായ. അവിടെ വെച്ച് ഇന്നെങ്കിലും നേരത്തെ എഴുന്നേറ്റല്ലോ. ഇളയമ്മ കാലത്ത് ഒരുങ്ങാൻ പറഞ്ഞത് അമ്പലത്തിൽ പോകാൻ. നല്ല കാര്യങ്ങൾക്ക് എന്നും എന്റെ മോള് ലേറ്റാണല്ലോ. ഓ ഡാഡി, ചേട്ടൻ വരുന്ന സന്തോഷത്തില ഞാനും. നിന്റെ ഇളയമ്മ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, എന്നെ ഉറക്കിയിട്ടില്ല. സുദേവൻ ക്ഷീണിച്ചു കാണും, നല്ല ആഹാരം വെക്കണം, വളരുന്ന കുട്ടിയാണ് എന്നൊക്കെയാ പരാതി. സ്പെഷ്യൽ പൂജയുണ്ടത്രേ ചേട്ടന് വേണ്ടി. അങ്ങനെയാ സ്നേഹമുള്ളവര്. പിന്നെ സുദേവന്റെ കൂടെ അവന്റെ കൂട്ടുകാരനും വരുന്നുണ്ട്. സിറ്റി പഠിക്കുന്ന പിള്ളേരാ, ഒരു കുറവും ഉണ്ടാവരുത്. ദീപേ, നീ ഇന്നും മടിച്ചു അല്ലേ? മടിച്ചതല്ലേ ഇളയമേ, എണീറ്റിട്ട് വീണ്ടും ഉറങ്ങിപ്പോയി. ഇപ്പൊ റെഡിയാകാം. വേണ്ട, നീ അടുക്കളയിലേക്ക് ചെല്ലേ. ഇന്നെന്താ സ്പെഷ്യൽ പൂജ? ഞാൻ നേർന്നതാ, സുതിമോൻ നന്നായി എക്സാം എഴുതി ആപത്തൊന്നും ഇല്ലാതെ എത്താൻ. ഇപ്പോഴത്തും അടിച്ചു പൊളിച്ച് നീ തന്നെ വേണം എല്ലാം ഒരുക്കാൻ, അല്ലെങ്കിൽ പരാതിയാവും. അത് ശരിയല്ല, ഇത് ശരിയല്ല. എനിക്കറിയാം അവന്റെ ഇഷ്ടം. പ്രാർത്ഥിക്കുമ്പോ എന്റെ കാര്യം കൂടെ പറയണം. ഇപ്പൊ മോന്റെ കാര്യം, അത് കഴിഞ്ഞിട്ട് മതി ബാക്കി. സുധി ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകണം. ശരി, പോയിട്ട് വാ. ഇങ്ങനത്തെ ഇളയമ്മയും മക്കളും. സുദേവൻ, തിരുവോണ നക്ഷത്രം. അറിയാം, ഓരോ മാസവും കൃത്യമായി ഈ പേരിൽ പൂജ നടക്കുന്നതല്ലേ? ദീർഘായുസിനും ഐശ്വര്യത്തിനും കൂടി പ്രാർത്ഥിക്കണം. ആവട്ടെ. സ്ലോയില് പോടാ. സ്പീഡ് എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. എനിക്ക് പേടിയാ. ഒന്നുകൂടി പറപ്പിക്കാൻ പോവാ, നീ പിടിച്ചിരുന്നോ? എത്ര നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. സുശീലന്റെ കവിത വരുന്നു. നിന്റെ നാട് മനോഹരമാണ്, സമ്മതിച്ചിരിക്കുന്നു. എന്താടാ വണ്ടിക്ക് സ്പീഡ് കുറഞ്ഞത്? അതാ വരുന്നു പ്രകൃതി ഭംഗികൾ, ആസ്വദിക്ക്. എവിടെ പോകുന്നു? ട്യൂഷനുണ്ട്. ഞങ്ങളെയും ചേർക്കുവോ? അവിടെ ആർക്കും ചേരാം. നല്ല റെസ്പോൺസ്. നിന്റെ നാട്ടുകാർ സ്നേഹമുള്ളവരാടാ. ആ മതി മതി, പിടിച്ചിരുന്നോ. വാ, ബൈ. ഓക്കെ, ബൈ. ശരിക്കും ഒരു കൊട്ടാരമാണല്ലോടാ. എന്നാലും നിന്റെ വീടിനോളം വരില്ല. ആ പഴയ പ്രതാപം വിളിച്ചു വന്ന മട്ടുപ്പാവും തറവാടും പച്ച പായൽ നിറഞ്ഞു നിൽക്കുന്ന ആമ്പൽക്കുളവും. ഓ, ആ പഴഞ്ചൻ വീടൊന്ന് പൊളിച്ചു മാറ്റി ഇതുപോലൊന്ന് തട്ടിക്കൂട്ടാൻ പറഞ്ഞാൽ അച്ഛൻ കേൾക്കില്ല. അച്ഛൻ അറിയാൻ നിന്നെ ഒക്കെ മുടിപ്പിക്കാനാ നിന്റെ ജന്മമെന്ന്. അച്ഛൻ അങ്ങനെ നിന്നോട് പറഞ്ഞോ? ഇല്ല ഇല്ല ഇല്ല. ആ ശരി, നീ വാ. ചേട്ടാ, ഡാഡി, ചേട്ടൻ വന്നു. എക്സാം ഒക്കെ എങ്ങനെയുണ്ട്? പൊട്ടുവോ? ഓടി, നിന്നെ പോലെ ഞാനെന്ന് കരുതിയോ? ഫസ്റ്റ് ക്ലാസ് മാർക്ക് ഉണ്ടാവും. ഓ സോറി, ഇത് സുശീൽ, സുശീൽ കുമാർ, ഇന്റിമേറ്റ് ഫ്രണ്ട്, നമ്പർ 1 പോയറ്റ്, മ്യൂസിക് മാനിയക്. ഓഹോ, എന്നെ പറ്റി എല്ലാം അറിയാല്ലേ? അറിയാം, പക്ഷേ ആ പൊട്ടൻ കവിതകളൊന്നും നന്നല്ല, ബോറാ. അത് കറക്റ്റ്. ആ, ഇതെന്റെ ഒരേ ഒരു അനുജത്തി, കുസൃതിക്കാരി, ഗ്രീറ്റിംഗ്സ് മാനിയക്കാരി. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ സ്കോർ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? എത്തിയല്ലേ മോനെ? യാത്രയൊക്കെ എങ്ങനെയുണ്ട്? ഫുൾ സ്പീഡിൽ ചെത്തി. ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് എനിക്ക് പേടിയാ. ആ അച്ഛാ, ഞാൻ പറയാറില്ലേ സുശീൽ കുമാർ. നമസ്കാരം. ഹലോ. ഇളയമ എവിടെ? കാലത്തെ അമ്പലത്തിൽ പോയി. നിനക്ക് വേണ്ടിയാ. അത് പിന്നെ എനിക്കറിയില്ലേ.
ഞാൻ കരുതി കൂട്ടുകാർ 4-5 പേര് കാണുന്നു. വെക്കേഷൻ അല്ലേ? എന്തിനാണെച്ചാ അധികം പേര്? ഒരു 50 ആളുടെ ഫലം ചെയ്യും ഇവൻ. മുടിഞ്ഞ് തീറ്റയായിരിക്കും അല്ലേ? എന്നാലും നിന്റെ അത്രയും വരില്ല. സുശീൽ പോയി ഫ്രഷ് ആവ്. ഓ ദീപേ റൂം കാണിച്ചു കൊടുക്ക. വരൂ. ഇരിക്കെ. നല്ല പയ്യൻ. സുശീലിന്റെ ഫാദർ എന്ത് ചെയ്യുന്നു? കൃഷിയാ, പൂത്ത പണക്കാരനാ, അച്ഛനെ പോലെ. എടാ, എനിക്ക് വയസ്സായാലും 3 തലമുറയ്ക്കുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? അതാ ഒരു സമാധാനം. എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സക്സസ്. അല്ല ദീപയുടെ കാര്യം എന്താ? രക്ഷപ്പെടുവോ? അവള് മോശക്കാരിയൊന്നുമല്ല. റാങ്ക് പ്രതീക്ഷിക്കുന്നുണ്ടെന്നാ പ്രിൻസിപ്പൾ പറഞ്ഞത്. അത് പിന്നെ എന്റെ അനിയത്തിയല്ലേ. ആ, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എന്താ നിന്റെ പരിപാടി? എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ ഇനി നീ നോക്കി നടത്തണം. ഏറ്റു. ഇനി അച്ഛന് ഫുൾ ടൈം റെസ്റ്റ്. അച്ഛന്റെ റെസ്റ്റ് അല്ലേ കാര്യം? എസ്റ്റേറ്റിന്റെ അടുത്ത് മാനേജർ. ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് നിനക്ക് എന്താടി കാര്യം? ചെല്ല്, ടവല് കൊടുക്ക്. ഒരു കാര്യം തീർത്ത് ചെയ്യില്ല. ചെല്ല്. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ അച്ഛാ. ശരി. സോറി, ഞാൻ കരുതി ടവൽ ബാത്റൂമിലുണ്ടെന്ന്. സാരമില്ല, ഇങ്ങിതാ. പുറത്തു വാ. തമാശ കാണിക്കില്ലേ? തലയിൽ വെള്ളം തണ നീരിറക്കം ഉണ്ടാവും. നല്ല ഒറ്റമൂലി അച്ഛനറിയാം. ഉടൻകൊല്ലിയാ. ഇങ്ങിതാ വയ്ക്കോ. എളമേ, ഇതാണ് ഞാൻ പറയാറുള്ള സുശീൽ. ഞാൻ ഇപ്പൊ വരാം. ആഹാ, നീ ഇവിടെ ഇരിക്കാണോ? എന്താടാ ബ്രേക്ക്ഫാസ്റ്റ് പിടിച്ചില്ലേ? ഏയ് അതല്ല, വിശപ്പ് തോന്നിയില്ല. ആ, നിനക്ക് ഈ റൂം ഇഷ്ടായോ? ഇതിന്റെ സ്കൂൾ പഠന മുറിയായിരുന്നു. ഐശ്വര്യമുള്ള മുറിയാ. ബോറടിച്ചാൽ ടെറസിൽ പോകാം. ആരും ഡിസ്റ്റർബ് ചെയ്യില്ല. എനിക്കെന്ത് ഡിസ്റ്റർബ്? ആ ശരി, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എന്നെക്കാത്ത് ഒരാളിരിക്കുന്നുണ്ട്. നീ റെസ്റ്റ് എടുക്കേ. അല്ല, ഞാനും കൂടെ വരാം. ശരി, ഞാനൊന്ന് ഇളയമേ കണ്ടിട്ട് വരട്ടെ. ആ. ഇളയമേ, ഇളയമേ. വാ വാ, ഇരിക്ക്. വേണ്ട, ആദ്യം കണ്ടപ്പോൾ വലിയ ജാട കാണിച്ചില്ലേ? സാധാരണ ഇങ്ങനെയല്ലല്ലോ. എന്റെ കുട്ടിയോട് ഞാൻ ജാട കാണിക്കോ? എളേമിക്ക് വല്ലാത്ത തലവേദന. ഇന്നലെ ശരിക്കും ഉറങ്ങിയില്ല, അതാ. ആ, അച്ഛൻ പറഞ്ഞു. എക്സാം കഴിഞ്ഞെന്ന് കരുതി കൂട്ടുകൂടി നടക്കരുത്. ഉത്തരവാദിത്വമുള്ള ആളാ, അത് മറക്കണ്ട. ഏയ്, എനിക്കങ്ങനെ വലിയ കൂട്ടുകെട്ടൊന്നുമില്ല. പിന്നെ സുശീൽ പാവം, ഞാൻ അവന്റെ വീട്ടിൽ പോയി നിൽക്കുന്നതല്ലേ. ഈ അവധിക്കാലം ഇവിടെ ആക്കാമെന്ന് ഞാനാ പറഞ്ഞത്. വലിയ നാണക്കാരനാ. അച്ഛൻ ഇനി പഴയതുപോലെ എസ്റ്റേറ്റ് കാര്യങ്ങൾ തനിയെ നോക്കി നടത്താൻ പറ്റില്ല, അതാ പറഞ്ഞത്. എന്നെ തളച്ചിടാൻ തിടുക്കായല്ലേ. ഏതായാലും സുശീൽ പോകുന്നത് വരെ ഔദ്യോഗിക കാര്യങ്ങളൊന്നുമില്ല. ശരി ചെല്ലേ, കൂട്ടുകാരനെ ബോറടിപ്പിക്കണ്ട. എല്ലായിടവും കാണിച്ചു കൊടുക്ക. ശരിയല്ലേ മേ?
ആളെത്തി. ആര്? ഓ, ഒന്നും അറിയാത്ത പോലെ. നീ കാത്തിരുന്ന ആള് എന്റെ ചേട്ടൻ. എപ്പോ വന്നു? പെണ്ണിന്റെ ഒരു നാണം. വന്നതേ ഉള്ളൂ. കൂട്ടുകാരനും കൂടെയുണ്ട്. ഞാൻ ചോദിച്ചില്ലല്ലോ കൂട്ടുകാരനെ പറ്റി. എന്താ ഇത്ര വലിയ സന്തോഷം? ഞാൻ പോവുക. ഈ കാര്യം പറയാൻ വന്ന എന്നെ വേണം തല്ലാൻ. ചൂടാവല്ലേ നാത്തൂനെ? ഞാൻ വരട്ടെ വീട്ടിലേക്ക്? വേണ്ട വേണ്ട, ചേട്ടനും കൂട്ടുകാരനും പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. ചിലപ്പോ ഇങ്ങോട്ടായിരിക്കും. അയ്യോ, അച്ഛനുണ്ടോ അകത്ത്? ആ, ഉറക്ക. പുലർച്ചയ്ക്ക് എസ്റ്റേറ്റിൽ നിന്ന് വന്നത്. ഞാൻ പോവുക. ഇളയമ തിരക്കും. ഇരിക്കു ദീപേ, കാപ്പി എടുക്കാം. അയ്യടാ, കാപ്പി ഇത്തരം ദൂതിന് അതൊന്നും പോരാ. തൽക്കാലം ഇത് മതി. പോട്ടെ. ആ ദീപേ, ഇങ്ങോട്ട് വരുമോ? അതെനിക്കറിയില്ല. എന്തായാലും തയ്യാറായിരുന്നോ? ഞാൻ കട്ടറും പാകുന്നില്ല. ശാലു, നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. സുശി, ഇത് ശാലിനി. ശാലു, ഇത് സുശീൽ. ദീപ പറഞ്ഞു. ഓ, ഇന്റർനെറ്റ് ഇവിടെ എത്തിയോ? എങ്ങനെയുണ്ടടാ എന്റെ സെലക്ഷൻ? കവിത. നീ ഇവളെ കണ്ട് കവിത എഴുതണ്ട. അതിനെ ഞാനുണ്ട്. ശ്ശോ, ഞാനൊന്ന് റൗണ്ട് അടിക്കാം. ഇത്തരം സന്ദർഭത്തിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നവൻ ആറു വഷളനാ. അതൊന്നുമില്ല, നീ നിൽക്ക്. വേണ്ട മോനെ വേണ്ട. ശാലിനി വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. നീ എന്താ അവരോടൊന്നും മിണ്ടാതിരുന്നത്? എനിക്ക് വേറെ ആരോടും മിണ്ടണ്ട. അപ്പോ പെണ്ണെന്നെ കാത്തിരിക്കായിരുന്നു. ഈ നാട്ടിൽ വേറെ ആരെ കാത്തിരിക്കാനാ? ഓരോ ദിവസവും എണ്ണി തീർക്കായിരുന്നു ഞാൻ. ആ, പഠിപ്പൊക്കെ എങ്ങനെ? എക്സാം നന്നായി എഴുതിയോ? പൊട്ടൊന്നാ തോന്നേ. അയ്യോ, എന്റെ മാനം കളയോ? ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോ ഈ മുഖം തെളിഞ്ഞു വന്നത്. പിന്നെ എങ്ങനെ എക്സാം എഴുതാനാ? അപ്പോ വട്ടപൂജ്യം അല്ലേ? അതൊന്നുമല്ല, പാസ്സാകും. ഉം. ഇനി എന്നാ പോണേ? അപ്പോ ഞാൻ പോണല്ലേ? എന്നാ കേട്ടോ, ഇനി ഞാൻ ഇവിടെ തന്നെ കാണും. എസ്റ്റേറ്റ് ചുമതല ഇനി എനിക്കാ. ദേ, സത്യാണോ? സത്യം. ഇനിയുള്ള നാളുകൾ ഇതുപോലെ നമുക്ക് ഒന്നിച്ച്. അയ്യോ കൂട്ടുകാരൻ, വിടെ, ഞാൻ പോവാ. ഇവന് വരാൻ കൊണ്ടൊരു നേരം. നാശം. വണ്ടർഫുൾ. അപ്പൊ സുശീൽ ഒരു സമ്പൂർണ്ണ കലാകാരനാണ്. സകല കലാവല്ലഭൻ. ഗുഡ്. അങ്ങനെയൊന്നുമില്ല.
ഇവൻ എവിടെ പോയാലും നന്നായി ഷൈൻ ചെയ്യും. ഒന്നുകൂടി വായിക്കൂ പ്ലീസ്. വേണ്ട, നേരെ ഒരുപാടായി. നീ പോയി കിടക്കാൻ നോക്ക്. നീ വാ. ആ പയ്യൻ കൊള്ളാം, നല്ല സംഗീതവാസനയല്ലേ? എന്തോ എനിക്കൊന്നും ഇഷ്ടമല്ല. ഇതൊക്കെ ജന്മനാ കിട്ടുന്ന. ശരി, സമയായി, ഉറങ്ങാം. എന്താ കാറ് വളരെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലോ. ആ, ഇഷ്ടപ്പെട്ടു. കാറ് മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാം ഇഷ്ടമായി. എന്നെ ഒരുപാട് ഇഷ്ടമായി. അച്ഛൻ ഇത് ജീവനാണ്. സമ്മാനമായി കിട്ടിയത് അച്ഛന്. ഇതൊരു അമൂല്യ നിധിയാണ്. അച്ഛൻ അങ്ങനെയാ കരുതുന്നത്. അച്ഛന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിച്ചതാണിത്. അപ്പോ പഴയ കാലത്തിന്റെ ഓർമ്മക്കുറിപ്പുകളുടെ ഭണ്ഡാരമാണിത്. ഇനി എനിക്കും ഇതിനെ മറക്കാനാവില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. അത്രയ്ക്ക് ഇഷ്ടമായോ? ആരാണ് ഇഷ്ടപ്പെടാത്തത്? ഇതിൽ എന്നെ കയറ്റി ഒന്ന് ഓടിക്കുവോ? വിധി അനുവദിച്ചാൽ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്നോ 1000 പറയാമല്ലോ. എന്തിനാ ഒരു മുഖവര? അത് പിന്നെ നമ്മുടെ ആ കാറുണ്ടല്ലോ, അത് വിൽക്കണം. എന്താ നീ പറഞ്ഞത്? അത് വിൽക്കണമെന്ന്. തമാശ പറയാണോ? അല്ല, അതിനി വേണ്ട. നീ സീരിയസ് ആയിട്ട് പറയാ? അതെ, അത് പഴഞ്ചനാ. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ കാറൊന്നും ആരും ഉപയോഗിക്കാറില്ല. നീ തന്നെയല്ലേ അത് വിൽക്കരുതെന്ന് എന്നോട് പറഞ്ഞത്? ആ കാറ് പോകുമ്പോ ആദ്യമായിട്ട് എന്നെ കണ്ടതും നീ ആ കാറിനെ തന്നെ നോക്കി നിന്നും പറഞ്ഞത്. ഞാൻ അതല്ല പറഞ്ഞത്. കാലത്തിനനുസരിച്ച് മാറണം. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും പിടിക്കില്ല. സുദേവൻ ഇത് ഓടിച്ചു നടക്കുമെന്ന് അങ്ങക്ക് തോന്നുന്നുണ്ടോ? നിന്റെ ഇഷ്ടത്തിനെതിരെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിനക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. നല്ല വില കിട്ടിയാ വിൽക്കാം, പക്ഷേ പെട്ടെന്ന് നടക്കില്ല. നല്ല പാർട്ടിയെ കിട്ടണം. സുശീൽ, ഇത് കണ്ടോ? എന്താണിതിൽ? മയിൽപ്പീലി തുണ്ടുകൾ. ഉം. ഏയ്, ഇതൊക്കെ ഞാൻ അയച്ച ഗ്രീറ്റിംഗ് കാർഡുകളാണല്ലോ. പലപ്പോഴായി നീ അയച്ചത്. നേരിട്ട് കാണാതെ, പരിചയപ്പെടാതെ നീ അയച്ചത്. എന്തിനാ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചത്? വെറുതെ. ഒരിക്കൽ കാണുമെന്ന് ഉറപ്പുണ്ടായിരുന്നു, അങ്ങനെ സൂക്ഷിച്ചു വെച്ചു. ഇടയ്ക്കൊക്കെ എടുത്തു നോക്കും. ഞാനിത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാനും സൂക്ഷിച്ചിരുന്നു. അതിലെ ഓരോ വാക്കുകളും മനപ്പാഠമായി. ചില നിമിത്തങ്ങൾ അങ്ങനെയാണ്. അപ്പോ കണ്ടില്ലെങ്കിലും ഞാൻ മനസ്സിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടുമുട്ടിയില്ലെങ്കിലും കാലങ്ങളോളം ഞാനത് സൂക്ഷിക്കുമായിരുന്നു. സുഖമുള്ള ഓർമ്മയായി. അതിനപ്പുറം ഒന്നുമില്ലേ? എല്ലാ അർത്ഥത്തിലുമാണ് ഞാനിത് പറഞ്ഞത്. കാര്യങ്ങളെല്ലാം കണക്കുകൂട്ടലുകൾക്ക് അപ്പുറമാണല്ലോ സംഭവിക്കുന്നത്. എന്ന് ആര് പറഞ്ഞു? എനിക്കിഷ്ടമാണ് എന്ത്? എല്ലാം. കവിയെ, കലാകാരനെ, അങ്ങനെ എനിക്ക് ഒരുപാട് ഇഷ്ടം. അപ്പോ എന്റെ ഈ വരവ് എനിക്ക് നഷ്ടമല്ല. നഷ്ടപ്പെടുത്താതിരുന്നാ മതി. അറിഞ്ഞുകൊണ്ട് വിലപ്പെട്ടതൊന്നും ഞാൻ നഷ്ടമാക്കില്ല. നിന്റെ ഈ പുഞ്ചിരി, കുസൃതി, ശാലീനത്വം, എന്റെ ആത്മാവിന്റെ അന്വേഷണം നിന്നെ കണ്ട നിമിഷം അവസാനിച്ചു.
അച്ഛൻ ഏതാണ്ട് സംശയമുണ്ട് കേട്ടോ. എന്തിനാ സംശയിക്കുന്നത്? സത്യസന്ധമായ കാര്യങ്ങളല്ലേ ഇതൊക്കെ. ദേ, കാര്യം പറയുമ്പോ ഒരുമാതിരി ചളിപ്പ് പറയരുത്. അച്ഛനോട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അക്കാര്യത്തിൽ നമ്മുടെ നാട്ടുകാർ മിടുക്കന്മാരാണല്ലോ. ഏതായാലും ആ ചമ്മല് മാറി കിട്ടിയല്ലോ. ശ്രുതിക്കെല്ലാം തമാശയാ. എന്റെ ഉള്ളിൽ തീയ. നീ എന്താ ഇങ്ങനെ പറയുന്നത്? നിനക്കെന്നെ സംശയമുണ്ടോ? നഗരത്തിൽ പഠിച്ച ആള്, വലിയ പണക്കാരൻ, മനസ്സ് മാറിയാലോന്ന് പേടിയാ. പേടിയൊക്കെ ഞാൻ മാറ്റുന്നുണ്ട്. ഇന്ന് തന്നെ നിന്റെ അച്ഛനെ കണ്ട് ഞാൻ കാര്യം പറയാൻ പോവാ. ശ്രുതിയുടെ വീട്ടുകാര് നിന്നെ ആരാ ഇഷ്ടപ്പെടാത്തത്? എല്ലാ കാര്യങ്ങളും ദീപക്കറിയാം. പിന്നെന്താ? അതാ ഒരു സമാധാനം. അവളെ ആള് മോശമല്ല. എന്റെ അനിയത്തിയല്ലേ, മോശമാവില്ല. എന്താ വല്ല ചുറ്റിക്കളി ഉണ്ടോ? ഉണ്ട്. കക്ഷി നിങ്ങളുടെ കൂട്ടുകാരൻ തന്നെയാണ്. ആര്? നമ്മുടെ സുശീലോ? സുശീലോ ദുശീലോ അതെനിക്കറിയില്ല. അവരിഷ്ടത്തില്ല. അവനെ എനിക്കറിയാം. ഇതിൽ പിന്നെ നല്ലൊരു ബന്ധം എന്റെ അനിയത്തിക്ക് കിട്ടാനില്ല. ഉറപ്പിച്ചു കഴിഞ്ഞോ? അവൻ എന്താ ഒരു കുറവ്? ഇതൊക്കെ എന്നോട് ചോദിച്ചാൽ എങ്ങനെയാ? എനിക്കറിയാം. ഞാൻ അവന്റെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട്. സ്നേഹമുള്ള കുടുംബം, സ്വന്തം വീട് പോലെയാ എനിക്ക് തോന്നിയത്. ആദ്യം നമ്മുടെ കാര്യം നടക്കട്ടെ. അപ്പോ സ്വന്തം കാര്യം ചിന്താബാദ്. ഒക്കെ നന്നായി നടന്നാ മതിയായിരുന്നു. എന്താ നിനക്ക് സംശയം? ഇതിനു വേണ്ടിയല്ലേ ഞാൻ ഓടി വന്നത്? ഇങ്ങനെ നേരം കളയാതെ ഇങ്ങോട്ട് അടുത്ത് വാടി. Simply because I love you and you love me. And together we were meant to be. So glad you're mine. നമുക്കേ അങ്ങോട്ട് പോവാ. എന്താ? വേണ്ട. അയ്യോ. വാ, വേഗം വാ. ഞാൻ വീഴും. എന്താ, ഉറങ്ങിയില്ലേ? ഉറക്കം വന്നില്ല. ആ, എന്റെ അവസ്ഥ അത് തന്നെ. ലൈറ്റ് കണ്ടതുകൊണ്ട് കയറിയതാ. ഇതെന്റെ ശീലമാ, ഹോസ്റ്റലിലെ പതിവ്. ഏകാന്ത രാവുകളിൽ ഇങ്ങനെ ഓരോന്ന് ഓർത്തിരിക്കുക പതിവാണ്. ബോറടിക്കില്ലേ? ഇല്ല. എന്തൊക്കെ ആലോചിക്കുന്നത്? ഇഷ്ടപ്പെട്ട ചില മുഖങ്ങൾ തേടും. കൂട്ടത്തിൽ ദീപയുണ്ട്. ഒറ്റപ്പെട്ടിരിക്കുന്നത് ഇഷ്ടമാണല്ലേ? ഏയ്, അതല്ല. ഓർത്തിരിക്കാൻ പലതും ഉണ്ടാകുമ്പോൾ ഏകാന്തതയാണ് നല്ലത്. ഞാൻ വന്നത് ശല്യമായോ? ഏയ്, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഇങ്ങനെ അടുത്ത് കിട്ടാൻ. വരില്ലെന്ന് കരുതി. എല്ലാവരും ഉറങ്ങി. ഞാൻ പോട്ടെ. ആരെങ്കിലും കണ്ടാൽ. ചേട്ടാ, ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നേരം വെളുത്തോ? ഇങ്ങനെയാണെങ്കിൽ മൊത്തം വെളുക്കും. എണീക്കാൻ, എണീക്കാൻ. എണീക്ക് ചേട്ടാ. എന്താണെന്ന് വെച്ചാ പറഞ്ഞു തൊലയ്ക്ക്. നിനക്കുറക്കല്ലേ? ദീപയ്ക്ക് എത്ര വയസ്സായെന്നറിയാമോ?
17. അതിനെന്താ, ഞാൻ ഉറക്കൊഴിച്ചിരിക്കണോ? വേണ്ടി വരും. ഇന്നവൾ കൊഞ്ചിക്കാൻ കൊച്ചുകുട്ടിയല്ല, പ്രായപൂർത്തിയായവളാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? എന്നിട്ടാണോ ആരായി എങ്ങനെയാ സ്വഭാവം എന്ന് അറിയാത്ത ഒരുത്തനെ പിടിച്ച് വീട്ടിൽ നിർത്തിയിരിക്കുന്നേ? സുശീലിന്റെ കാര്യമാണോ നീ പറയുന്നേ? നല്ല പയ്യൻ. കാഴ്ചയിൽ അങ്ങനെയൊക്കെ തോന്നും, പക്ഷേ സൂക്ഷിക്കണം. ദീപയും സുശീലും അതിര് കടക്കുന്നുണ്ടോ എന്നൊരു സംശയം. നീ കരുതുന്ന പോലൊന്നുമില്ല. അവനറിയില്ലേ കൂട്ടുകാരന്റെ വീടാണ്, കുടുംബമാണെന്ന്. എന്തൊക്കെ പറഞ്ഞാലും അധിക നാൾ ഒരുത്തനെ വീട്ടിൽ നിർത്തുന്നത് ശരിയല്ല. ലീവ് കഴിഞ്ഞ അവൻ പോലേ. കുട്ടികൾ മിണ്ടിയെന്ന് കരുതി ഒന്നുമില്ല. നീ അതിന് ദുർവ്യാഖ്യാനം കൊടുക്കാതെ കിടന്നുറങ്ങാൻ നോക്കും. പ്രഭേ, ദാ വരുന്നു. ആ, ഇത്ര വേഗം തയ്യാറായോ? എസ്റ്റേറ്റ് കാര്യങ്ങളും ഓഫീസ് വിഷയങ്ങളും വെച്ച് താമസിപ്പിക്കരുത്. എല്ലാം ഔദ്യോഗികമായി സുദേവനെ ഏൽപ്പിക്കണം. സുദൈവം വരുന്നുണ്ടോ? ഇല്ല. ആ പിന്നെ, നീ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് മനസ്സിൽ ശങ്ക വെച്ച് സുശീലിനോട് പെരുമാറരുത്. എനിക്കറിയില്ലേ, ഇല മുള്ളിൽ വീണാലും മുള്ള ഇലയിൽ വീണാലും ഇലയ്ക്ക കിടന്ന്. അപ്പോഴും നീ സമ്മതിച്ചേരില്ല. പെൺബുദ്ധി ഭയങ്കരം തന്നെ. ആ, ആര് വിളിച്ചാലും ഉടനെ എത്തുമെന്ന് പറയാ. ശരി, നല്ല ഒരു ചൂട് ചായ കൊണ്ടുവാ. സ്ട്രോങ് ആയിരിക്കണം. ഇന്നലെ രാത്രി നീ എന്തിനാ സുശീലന്റെ മുറി പോയത്? അത് ഞാൻ ഉറക്കം വരാത്തതുകൊണ്ട്. നിനക്കോ അതോ അവനോ? ഈ പ്രായത്തിൽ ഉറങ്ങാതെ നടക്കുന്നത് നല്ല ശീലമല്ല. ഇളയമ തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ നോക്കുമ്പോ സുശീലേട്ടന്റെ മുറി തുറന്നു കിടക്കുന്നത് കണ്ടു. അത് കൃത്യമായി നീ കണ്ടു, ഞാനത് വിശ്വസിക്കണം. എന്താ ഇളയമേ? ഇളയമ്മയല്ല, അമ്മ. അങ്ങനെയാ ഞാൻ നിങ്ങളെ വളർത്തിയത്. ഇളയമ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? സുശീലേട്ടൻ അങ്ങനെയുള്ള ആളല്ല. നിനക്ക് ഉറപ്പാണോ? നോക്ക്, എന്തൊക്കെ പറഞ്ഞാലും അവൻ അന്യനാണ്. നീ ഇന്ന് കൊച്ചുകുട്ടിയല്ല, പ്രായം തികഞ്ഞ ഒരു പെണ്ണാണ്. അത് ഓർമ്മ വേണം. ഞാൻ തെറ്റ് ചെയ്യില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നമ്മൾ സ്ത്രീകൾ സൂക്ഷിക്കണം. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞത് കുറെയൊക്കെ ഞാൻ കേട്ടു. വേണ്ട, ഇതിവിടെ അവസാനിപ്പിക്കണം. അതിഥിയായി വന്നവനെ അടിച്ചിറക്കേണ്ട ഗതികേട് വരുത്തരുത്. ദീപ വീട്ടിൽ വന്നിരുന്നു. അവൾക്ക് ആകെ സങ്കടമായിട്ടുണ്ട്. പാവ അവള്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. വേറെ ആരും അറിഞ്ഞു കാണില്ല, സുശീലും അറിഞ്ഞു കാണില്ല. ഒരു തീരുമാനത്തിലെത്താൻ ദീപയ്ക്കാവുന്നില്ല. ഞാൻ എന്താ പറയാ? നീ പറഞ്ഞ അറിവ് മാത്രമേ എനിക്കുള്ളൂ. ഇളയമ്മ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അച്ഛനും അറിയും. ഇങ്ങനെ എതിർക്കാൻ മാത്രം എന്താ ഉണ്ടായത്? അവര് രണ്ടാളും രാത്രി സംസാരിച്ചു നിൽക്കുന്നത് ഇളയമ്മ കണ്ടു. അത് തന്നെ. അപ്പോ വഴക്ക് പറഞ്ഞതിൽ തെറ്റില്ല. അവനെങ്കിലും കുറച്ച് വിവേകം കാണിക്കേണ്ടതായിരുന്നു. ഓ, പറയുന്ന ആള് നല്ല വിവേകിയാണല്ലോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ആ, നീ എന്റെ ധർമ്മപത്നിയല്ലേ, പിന്നെന്താ? ഇതെന്താ ഗന്ധർവ രാജ്യോ? മര്യാദക്ക് താലി കെട്ടിക്കണം. താലിയല്ല, ചങ്ങല തന്നെ വാങ്ങിക്കെട്ടിക്കൊള്ളാം എന്താ മോളെ. അത് എത്രയും പെട്ടെന്ന് വേണം മോനെ സുദേവാ. അതൊക്കെ നടക്കും. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം ദീപിയും സുശീലും ആണല്ലോ. എന്താണ് അതിനൊരു പോംവഴി? കാര്യം നേരിട്ട് അച്ഛനോട് പറയാ. അച്ഛൻ തീരുമാനിക്കട്ടെ. ഒറ്റടിക്ക് പറഞ്ഞുകൂടാ. പിന്നെ നമ്മുടെ കാര്യം വരുമ്പോ എഫക്റ്റ് ഉണ്ടാവില്ല. അങ്ങോട്ട് സഹായിച്ചാൽ ഇങ്ങോട്ട് സഹായം ഉണ്ടാവും. ഏതായാലും അവരെ പിരിക്കരുത്. ദീപയ്ക്ക് സഹിക്കാനാവില്ല. പ്രേമം തുടങ്ങിയെടുത്ത് തന്നെ തകരാന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. അതിനൊക്കെ നമ്മൾ ഭാഗ്യം ചെയ്തവരാ, ഒരു ശല്യമില്ല. നിന്റെ അച്ഛനാണെങ്കിൽ സൗകര്യം നോക്കി ഒഴിഞ്ഞു തരും. അയ്യടാ, അച്ഛൻ നേരിട്ട് കണ്ടാലുണ്ടല്ലോ. നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഉള്ള നേരം കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം ദീപയുടെ കാര്യം കഴിയട്ടെ. അതൊക്കെ മുറ പോലെ നടക്കും. നീ ഇങ്ങോട്ട് അടുത്ത് വന്നേ. ഏയ്,
കരയാൻ മാത്രം എന്തുണ്ടായി? ഇത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. എളിമയെ എതിർക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോ എന്നെ മറക്കാമെന്ന്? എനിക്ക് പറ്റില്ല. നമ്മൾ തനിയെ നിന്ന് സംസാരിക്കുന്നത് കണ്ടാൽ ആരും ഗുണദോഷിക്കും. അത് കാര്യമാക്കണ്ട. ഈ ബന്ധം ശരിയല്ലെന്ന് പറഞ്ഞ് താക്കീത് ചെയ്തു. അതെന്താ അങ്ങനെ? ലോകത്തിൽ ആണും പെണ്ണും കാണുന്നത് സംസാരിക്കുന്നതും സാധാരണല്ലേ? എനിക്ക് സുശീലിനെ മറക്കാൻ പറ്റില്ല. എളിമയെ ധിക്കരിക്കാനും പറ്റില്ല. ഏതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുക്കണം. സുശീലേട്ടൻ പോകുന്നതിന് മുൻപ് തീരുമാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ നിന്നെ എനിക്ക് വേണം. ഞാൻ ഉറപ്പിച്ച കാര്യമാണ്. പക്ഷേ സുദേവനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതെങ്ങനെ പറയുമെന്നാണ് എന്നെ വിഷമിപ്പിക്കുന്ന കാര്യം. നമ്മൾ ഇഷ്ടപ്പെട്ടത് തെറ്റാണോ? ഒന്ന് സംസാരിച്ചത് കുറ്റമാണോ? വിഷമിച്ചിട്ട് കാര്യമില്ല. എല്ലാം സാവധാനം ശരിയാക്കാം. നോക്കിയോളൂ. മനോഹരമായിരിക്കുന്നു. സുധി, ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. എല്ലാം ഞാൻ കേട്ടു. നീ വിചാരിക്കുന്നത് പോലെ എന്നാലും നീ എന്നോട് ഇത് ചെയ്തല്ലോ. നിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണെന്ന് ഞാൻ പറയില്ല. എനിക്ക് ദീപയോട് നന്നായടാ, സന്തോഷമായി. ഇതിൽ പരം നല്ലൊരു ബന്ധം എന്റെ അനിയത്തി കിട്ടുമോ? അതല്ല, എനിക്ക് നിന്നോട് മറ്റൊരു... അറിയാം നീ പറയാൻ പോകുന്നത് സോറി, പറ്റിപ്പോയി, ക്ഷമിക്കണം എന്നൊക്കെയല്ലേ. എനിക്ക് പറയാനുള്ളത് നീ ശ്രദ്ധിച്ച് കേൾക്ക്. ഞങ്ങളെ പിരിക്കരുത്, വിവാഹം കഴിച്ചു തരണം എന്നല്ലേ? അത് ഞാൻ ഏറ്റു. നീ കാര്യം മനസ്സിലാക്കി സംസാരിക്കേ. ഒക്കെ മനസ്സിലായി. നിന്റെ വീട്ടുകാരുടെ സമ്മതം അതും ഞാൻ ഏറ്റു. നിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം. എന്റെ അനിയത്തിയുടെ സന്തോഷമാണ് ഈ കുടുംബത്തിന്റെ ഐശ്വര്യം. എളമേ, കാര്യങ്ങൾ ഇത്രയും ആയ സ്ഥിതിക്ക് ആ ചടങ്ങ് നടത്തുന്നതല്ലേ ബുദ്ധി. ഏത് ചടങ്ങ്? ദീപയും സുശീലുമായുള്ള വിവാഹം. എല്ലാം അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞോ? എന്റെ തീരുമാനമല്ലല്ലോ മുഖ്യം. പിന്നെ അവരുടെ തീരുമാനമാണോ? ഇളയമ ഇങ്ങനെ എവിടെയും തൊടാതെ പറഞ്ഞാൽ എങ്ങനെയാ? മക്കൾക്ക് പ്രായമായാൽ ചെയ്യേണ്ട കാര്യങ്ങൾ മാതാപിതാക്കൾക്കറിയാം. അതാണ് പറയുന്നത്. ഇളയമയുടെ അനുവാദത്തോടെ വേണം ഇത് നടക്കാൻ. എനിക്ക് ഈ ബന്ധത്തോട് തീരെ താല്പര്യമില്ല. അങ്ങനെ പറയരുത്. എല്ലാം തികഞ്ഞൊരു വ്യക്തിയാണ് സുശീൽ. അത് നിനക്ക് തോന്നുന്നതാണ്, കൂട്ടുകാരനായതുകൊണ്ട്. എനിക്ക് വലുത് ദീപയുടെ ഭാവിയാണ്. അതിന് യോജിച്ചവനാണ് സുശീൽ. അച്ഛൻ സ്ഥലത്തില്ലല്ലോ, വരട്ടെ, അതിനുശേഷം ആലോചിക്കാം. മതി, ഇളയമ എതിര് നിൽക്കാതിരുന്നാ മതി. സുശീൽ, അപ്പോ എന്നെ പേരെടുത്ത് വിളിക്കാൻ അറിയാം. എന്താ നിന്റെ മനസ്സിലിരിപ്പ്? എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് ചെയ്യുക. അത് നടക്കുമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട. എന്റെ ഉദ്ദേശങ്ങൾ നടക്കാതിരുന്നിട്ടില്ല. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വെറുതെ ക്ഷോഭിക്കരുതെന്നാണ്. അതാണ് നല്ലൊരു വീട്ടമ്മയ്ക്ക് യോജിച്ചത്. എന്നെ നീ മര്യാദ പഠിപ്പിക്കാൻ വന്നതാണോ? അല്ലേ അല്ല, എല്ലാം യാദൃച്ഛികം. അറിഞ്ഞു പെരുമാറുന്നതാണ് എല്ലാവർക്കും നല്ലത്. നിന്നെ എനിക്ക് ശരിക്കറിയാം. നിന്റെ ഒരു മോഹവും ഈ വീട്ടിൽ വില പോവില്ല. നിങ്ങളെ എനിക്കും അറിയാം. എന്റെ മോഹങ്ങൾ സാധിച്ചു തരാൻ നിങ്ങൾ മുൻകൈയെടുക്കും. ഞാൻ അവസാനമായി പറയുകയാണ്, ദീപ എന്റെ മോളാണ്. അതുപോലെ എന്റെ ലവറുമാണ്.
വീണ്ടും തന്നോട് ഞാൻ പറയുകയാണ്, ദീപ ഇനി കാണരുത്. കണ്ടാൽ ഭയപ്പെടുത്തുകയാണോ? അതെ. എന്റെ ബൈക്ക് കേടായി. കുറെ നേരമായി ശ്രമിക്കുന്നു, സ്റ്റാർട്ട് ആവുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ചെറിയൊരു ഹെൽപ്പ് ചെയ്താൽ, ഐ മീൻ ഒരു ലിഫ്റ്റ് തന്നാൽ അടുത്ത ജംഗ്ഷനിൽ ഞാൻ ഇറങ്ങി ഏതെങ്കിലും ഒരു മെക്കാനിക്കിനെ കൂട്ടി വരാമായിരുന്നു. രാത്രി ആയതുകൊണ്ട് മാത്രം ഞാൻ സമ്മതിക്കുന്നു. കയറൂ. താങ്ക് യു. പേര് പറഞ്ഞില്ല. ഞാൻ സുശീൽ കുമാർ. ഞാൻ പ്രഭാവതി. എസ്റ്റേറ്റിൽ പോയിട്ട് വരുന്നു. എന്താ കാര്യം? റോഡ് ബ്ലോക്കാണ്. എന്തു പറ്റി? കടലുണ്ടി പാലം തകർന്ന് ട്രെയിൻ പുഴയിൽ വീണു. അവിടെ ആകെ ട്രാഫിക് ജാമാണ്. തിരിച്ചു പോകുന്നത് നല്ലത്. പിന്നെ ഈ വഴി പോകാം, പക്ഷെ റോഡ് അല്പം മോശമാണ്. സൂക്ഷിച്ചു പോയാൽ കൊള്ളാം. ശരിയാട്ടെ. വലിയ കട്ടറില വീഴുന്നെന്ന് തോന്നുന്നു. മാഡം കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ പ്ലീസ്. എന്റെ ഫ്രണ്ടിന്റെ വീടാ. മഴ തീരുന്നവരെ നമുക്ക് നിൽക്കാം. തന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ആരാ അവര്? അതൊക്കെ പറയാം. താനും കൊണ്ട് വാ. വന്നേ. ഏതായി കേസ്? അതൊക്കെ പറയാം. നേരം ആകെ നനഞ്ഞല്ലോ. അകത്ത് പോയി വസ്ത്രം പിഴിഞ്ഞുണക്കിക്കൊള്ളു. സ്വന്തം വീട് പോലെ കരുതിയാ മതി കേട്ടോ. ചെല്ലു ചെല്ലു. ഞാൻ 3 എണ്ണം കഴിഞ്ഞിരിക്കുക. ഈ തണുപ്പത്ത് ഇതുകൂടി ഇല്ലെങ്കിൽ പാടോ.
ഇളയമ്മ എതിർക്കും. പിന്നെ സ്വന്തം അമ്മയല്ലല്ലോ, അതാ ഒരു സമാധാനം. എനിക്കങ്ങനെ കരുതാൻ പറ്റില്ല. അമ്മയുടെ സ്ഥാനം അവർക്ക്. അതിങ്ങനെ ഒരു പാരയായാലോ? ഞാൻ നിന്നെ ഒന്ന് തൊട്ടുപിടിച്ചു എന്ന് വെച്ച് എന്താ ഒരു കുഴപ്പം? വേണ്ടട്ടോ, കുറച്ച് ഓവർ ആവുന്നുണ്ട്. നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ എങ്ങനെ ഓവറാവാതിരിക്കും? അച്ഛൻ എതിർക്കില്ല, ചേട്ടനും എതിർക്കില്ല. ചേട്ടന്റെ തുറുപ്പ് ചീട്ട് എന്റെ കയ്യിലുണ്ട്. ഓ, ശാലിനിയുടെ കാര്യമായിരിക്കും. ഭാഗ്യവാൻ, അവന്റെ സമയം. നമ്മളും മോശമല്ലല്ലോ. സംസാരിക്കുന്നതിൽ കൂടുതൽ പ്രവൃത്തിയല്ലേ? അതിനുള്ളതാണ് ഈ പ്രായം. അല്ലാതെ പുരാണം പറഞ്ഞിരിക്കാൻ ആരെങ്കിലും പ്രേമിക്കുവോ? എന്നെ പറ്റിച്ചാലുണ്ടല്ലോ. അതാണ് എനിക്കും പറയാനുള്ളത്. എന്റെ ആദ്യാനുരാഗമാണിത്. അത് ഞാൻ ആസ്വദിക്കുന്നു. കല്യാണം കഴിഞ്ഞാ പിന്നെ ഈ സുഖം കിട്ടില്ലല്ലോ മോളെ. ഏത് സുഖം? വേലിചാട്ടം, ഒളിച്ചുകളി. ഇനി ആരും ഒളിക്കണ്ട. എന്താ ജീവന്റെ തുടിപ്പ് വല്ലതും? അതിന് മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഓ സുശീലേട്ടാ. ഏ? ഓയ്. ഏയ്. പേടിച്ചല്ലേ? പേടിയൊന്നുമില്ല. വേറെ ആരെങ്കിലും ഇങ്ങനെ വന്നാലോ? നല്ല കവാത്ത് കത്തിയിരിപ്പുണ്ട്. അമ്മേ, എന്തിനാ അമ്മയെ വിളിച്ചത്? നീ എന്നെ കവാത്തിയോ അല്ലേ? ശ്ശോ, വീട്. എന്തൊരു ശക്തിയാ! ഞാൻ വേറെ ആളുടെ കാര്യ പറഞ്ഞത്. പെണ്ണിന്റെ ധൈര്യമൊക്കെ എവിടെ പോയി? അങ്ങനെ കീഴ്പ്പെടുത്താനൊന്നും നോക്കണ്ട കേട്ടോ. ഞാൻ മാനേജർ ശിവദാസന്റെ മോളാ. സമ്മതിച്ചു. അയാളുടെ എല്ലാ വേണ്ടാത്തങ്ങളും മോക്കും കിട്ടിയിട്ടുണ്ട്. കൂടുതലൊന്നും പറയണ്ട. എന്തായി ദീപ വിത്ത് സുശീൽ ലവ് സ്റ്റോറി? അത് കുഴയുന്ന മട്ട. ഇളയമ അടുക്കുന്ന ലക്ഷണമില്ല. ഇതുവരെ ഞാൻ ആ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. എതിർക്കുമ്പോൾ പ്രേമത്തിന് വാശി കൂടും. സുശീൽ നല്ലവനാണ്, പക്ഷേ ഇളയമ എതിർക്കുന്നു. അതാ മനസ്സിലാവാത്തത്. കൂട്ടുകാരന്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ പഴയ വാച്ച്മാന്റെ മകളുടെ സ്ഥിതി എന്തായിരിക്കും? അതാ ഞാനും ചിന്തിക്കുന്നത്. ഇളയമയെ എതിർക്കാനാവില്ല. എല്ലാ അർത്ഥത്തിലും പ്രിയപ്പെട്ട അമ്മയാണവർ. പേടിച്ചു മാറിയാലുണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ അച്ഛൻ എന്തൊക്കെയോ സംശയമുണ്ട്. സംശയം തീർക്കാം. നമ്മൾ എന്തിനാ വേണ്ടാത്തത് ചിന്തിച്ച് മൂട് കളയുന്നത്? അയ്യോ അച്ഛൻ, അങ്ങേർക്ക് അവിടെ ഒരുപാട് പണിയുണ്ട്. വീട് ഇപ്പൊ നിന്റെ അച്ഛൻ വന്നാ നേരിട്ട് ഞാൻ കാര്യം പറയും. പറ്റില്ലെന്ന് പറഞ്ഞ ബലമായി പിടിച്ചുകൊണ്ടു പോവും. അപ്പൊ വഴിക്ക് വരും. മകനെ സുദേവ, ഇതാ എന്റെ സീമന്തപുത്രി, സ്വന്തമാക്കിക്കോളൂ. ശാലിനി, അച്ഛാ, മിണ്ടരുത്. എന്താ ഇവിടെ? ഞാൻ ശാലിനിയെ അറിഞ്ഞു, പലരും പറഞ്ഞു കേട്ടു. നേരിട്ട് കാണാനാവുന്നത്. ക്ഷമിക്കണം. ഞാൻ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഞാൻ നിങ്ങളുടെ ആശ്രിതനാ, പക്ഷെ എന്റെ മോളെ അങ്ങനെ കാണരുത്. അച്ഛാ, ശാലിനിയെ എനിക്കിഷ്ടമാണ്. വീട്ടുകാർക്കോ? നിങ്ങൾ മുതലാളിയും ഞാൻ തൊഴിലാളിയുമാണ്. ഈ ബന്ധം ശാശ്വതമല്ല. ഞാൻ അങ്ങനെയല്ല നിങ്ങളെ കാണുന്നത്. സുദേവൻ വളരെ ചെറുപ്പമാണ്. മറ്റുള്ളവരെ കൊണ്ട് അതും പറയിപ്പിക്കരുത്. ശാലിനിയെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഒരു മോളേ ഉള്ളൂ. ചീത്തപ്പേരുണ്ടാക്കാൻ എനിക്ക് ഇഷ്ടമല്ല. വീട്ടിലെ തീരുമാനങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ കണ്ടാ മതി. സുദേവൻ പോ. അച്ഛാ, മോക്ക് ഞാൻ അങ്ങനെ പറഞ്ഞതിൽ വിഷമം തോന്നുന്നുണ്ടോ? ഒരു കാരണവും ഇല്ലാതല്ലേ എതിർപ്പ് കാണിക്കുന്നത്? അത് മോളോടുള്ള സ്നേഹക്കൂടുതലും കൊണ്ടാണ്. സ്ത്രീകളാണ് സൂക്ഷിക്കേണ്ടത്. തെറ്റ് പറ്റി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. സുശീലേട്ടന് മറക്കാൻ എനിക്ക് കഴിയുന്നില്ല. കഴിയണം. ഒരു സ്നേഹിതന്റെ വീട്ടിൽ വന്നാൽ പാലിക്കേണ്ട കേവല മര്യാദ പോലും അവനറിയില്ല. അത് തെറ്റായ കണ്ണുകൊണ്ട് നോക്കുന്നത് കൊണ്ടാണ്. മറ്റാരും കരുതുന്നത് പോലെയല്ല. എനിക്കറിയാം. നിനക്കെന്തറിയാം? പ്രായത്തിന്റെ എടുത്തുചാട്ടമാണ് അവന്. അതിന് നിന്നെ അവൻ ഇരയാക്കുകയാണ്. അറിഞ്ഞുകൊണ്ട് ഞാനിത് സമ്മതിക്കില്ല. മറ്റെന്തോ മനസ്സിൽ വെച്ചാണ് ഇളയമ്മ പറയുന്നത്. സ്നേഹത്തോടെ ഇളയമ്മ ഇതുവരെ സുശീലേട്ടനോട് സംസാരിച്ചിട്ടുണ്ടോ? ഇഷ്ടപ്പെടുന്നത് മഹാഭാവമൊന്നും അല്ലല്ലോ. നിന്റെ പ്രായം കഴിഞ്ഞ ഞാനും വന്നത് എന്ന് കരുതി എല്ലാവരും ഒരുപോലെ ആവണമെന്നുണ്ടോ? നിന്നെ അവൻ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണ്. ലോകത്തിന്റെ കാപട്യം നിനക്കറിയില്ല.
സുശീലേട്ടൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഇനി ആ പാവത്തിനെ എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിക്കണ്ട. മോളെ ദീപേ, ദീപേ, ഛെ, എന്താ ഇതൊക്കെ? എന്തിനാ ഇതൊക്കെ കീറി കളഞ്ഞത്? ആരോടുള്ള ദേഷ്യം നിനക്ക്? ഇളയമ്മ എന്നെ ചീത്ത പറഞ്ഞു. എളിയമ്മ നമുക്ക് അമ്മയല്ലേ, എന്തെങ്കിലും പറഞ്ഞ് ശാസിച്ചെന്ന് കരുതി. അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? സുശീലേട്ടനെ സ്നേഹിച്ചത് പാപമാണോ? എന്ന് ആരെങ്കിലും പറഞ്ഞോ? വിലക്കണമെന്ന് തോന്നി, അത്രമാത്രം. അതവരുടെ കടമയല്ലേ. എന്ത് കടമ? വെറുതെ തെറ്റിദ്ധരിക്കുന്നത് കടമ? അതിനിവിടെ ആരും ആരെയും തെറ്റിദ്ധരിച്ചിട്ടില്ല. കാര്യങ്ങളൊക്കെ ഈ ചേട്ടൻ അറിയില്ലേ. അച്ഛൻ വരട്ടെ, എല്ലാറ്റിനും പരിഹാരം ഉണ്ടാക്കാം. അതിനു മുൻപേ ആ പാവത്തിനെ പറഞ്ഞു വിടാനാ ഇളയമ്മ നോക്കുന്നത്. ഹേയ്, അതൊന്നുമില്ല. അവനിതുവരെ ഈ ഭൂകമ്പൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, അറിയേം വേണ്ട. അച്ഛനെത്തിയോ? അന്ന് തന്നെ മടങ്ങാമെന്ന് കരുതിയതാ, പറ്റിയില്ല. ഓരോന്നിൽ ഇടപെടുമ്പോഴാ പല പ്രശ്നങ്ങളും ഒക്കെ തീർന്നു. ഇനി ഭരണം നിനക്ക്. ബ്രീഫ് കേസ് പിടിക്ക. എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞോ? പിന്നെ ഇനി നീയായി നിന്റെ പാടായി. ഇവിടെ സുശീൽ റൂമിലുണ്ട്. എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തുണ്ടെങ്കിലും തുറന്നു പറ. എന്താ, ജോലി പറ്റില്ലെന്നാണോ? അതല്ല, എവിടെ ഇളയമ്മ? അവളാണല്ലോ സാധാരണ ഓടി വന്ന് സ്വീകരിക്കാറുള്ളത്. മുറിയിലുണ്ട്. ചെറിയൊരു പ്രശ്നം. അച്ഛൻ വരാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ അത്ര വലിയ പ്രശ്നം? ചെറിയൊരു ലവ് മാറ്റർ. കക്ഷികൾ മറ്റാരുമല്ല, സുശീലും ദീപയുമാണ്. ഇതാണോ കാര്യം? കുട്ടികളല്ലേ, അതൊക്കെ ഉണ്ടാവും. നീ അതൊക്കെ അത്ര വലിയ സീരിയസ് ആയിട്ട് കാണണോ? അത് ഇളയമ്മ അറിഞ്ഞു. ഉപദേശായി, താക്കീതായി. പിന്നെ കരച്ചിലും പിഴിച്ചിലും. ഇതൊക്കെ സുശീല അറിഞ്ഞോ? ഇല്ല. നന്നായി. ഏതായാലും അവനെ പറ്റി നിനക്ക് മതിപ്പാണല്ലോ. 100%. പിന്നൊന്നും ചിന്തിക്കാനില്ല, നടത്താം. അവരുടേത് മാത്രമല്ല, നിന്റേത്. അച്ഛാ, അച്ഛന് ഇഷ്ടമായി. ശാലിനി നല്ല കുട്ടിയാ. രണ്ടും കൂടി ഒരേ ശുഭമുഹൂർത്തത്തിൽ ഒന്നിച്ച്. താങ്ക് യു അച്ഛാ. അല്ല, നീ ഇവിടെ ഉണ്ടായിരുന്നു? ഒക്കെ തീരുമാനിച്ചോ അച്ഛനും മോനും കൂടി? അപ്പൊ നീ എല്ലാം കേട്ടു. നല്ല കാര്യമല്ലേ പ്രഭേ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഈ ബന്ധം ശരിയാവില്ല. എന്തുകൊണ്ട്? ദീപയ്ക്ക് അവൻ യോജിച്ചവനല്ല. ഇത് വേണ്ട. എന്തിനിങ്ങനെ വാശി പിടിക്കുന്നു? വാശിയല്ല, ഇത് ജീവിത പ്രശ്നമാ. അതൊക്കെ നിന്റെ വെറും തോന്നല. അപ്പോൾ ഈ കാര്യത്തിൽ എന്റെ തീരുമാനത്തിന് വിലയില്ല എന്നാര് പറഞ്ഞു? നിന്റെ മോളല്ലേ അവള്? അതുകൊണ്ടാ പറയുന്നത്. ഈ ബന്ധം ശാശ്വതമല്ല. നീ ചിന്തിച്ചു നോക്ക്. ഞാൻ അന്നേ പറഞ്ഞതല്ലേ, അവനെന്താ ഒരു കുറവ്? നമ്മുടെ ജാതി, സൗന്ദര്യം, തറവാടുത്തും. പിന്നെന്താ പോരാത്തതിന് സുദേവന്റെ കൂട്ടുകാരൻ. ഇതിൽ പരം എന്തു വേണം? നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് തല പുണ്ണാക്കട്ട. എന്ത് പറഞ്ഞാലും ഞാൻ അതിന് സമ്മതിക്കില്ല. ശരി, ഏതായാലും നേരിട്ടൊന്ന് അന്വേഷിക്കാം. നിന്റെ അച്ഛനെ പെട്ടെന്ന് കണ്ടപ്പോഴേ എന്റെ സപ്തനാടികളും തളർന്നുപോയി കേട്ടോ. സുധിയേട്ടൻ അച്ഛന്റെ മുന്നിൽ ചെന്ന് ചാടുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല. പേടിച്ചു പോയി. അച്ഛൻ വല്ലതും പറഞ്ഞോ? കടുപ്പിച്ചൊരു നോട്ടം. ഞാൻ ചൂളിപ്പോയി. പിന്നൊരൊറ്റ ചിരി. അച്ഛൻ സമ്മതിച്ചു. എന്നോട് പറഞ്ഞു. എന്തു പറഞ്ഞു? കല്യാണക്കാര്യം. നമ്മുടെ കാര്യോ അതോ ദീപയുടെയും സുശീലിന്റെയും കാര്യോ? നമ്മുടെ കാര്യമാണ്. പക്ഷേ പ്രശ്നം ദീപയുടെയും സുശീലിന്റെയുമാണ്. അവളുടെ ഇഷ്ടം നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത്. എനിക്ക് സമ്മതം. അച്ഛനും അങ്ങനെ തന്നെയാ. പക്ഷേ എതിർക്കുന്നത് ഇളമയാണ്. അവൾ എന്നോട് പറഞ്ഞിരുന്നു. ദീപക്ക് എന്തുകൊണ്ടും
യോജിച്ചവനാണ് സുശീൽ. എന്നിട്ടും ഇളയമയ്ക്ക് അവന് ഇഷ്ടമായിട്ടില്ല. കൂട്ടുകാരന്റെ പെട്ടെന്നുള്ള വരവും കൂടിക്കാഴ്ചയും പ്രേമവും അതായിരിക്കും പ്രശ്നമായത്. നമ്മളെ പോലെ കാത്തിരുന്ന് പ്രേമിക്കാൻ എല്ലാവർക്കും പറ്റുമോ? അയ്യടാ, ഞാനങ്ങനെ കാത്തിരുന്നിട്ടൊന്നുമില്ല. എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവസാനമായി നിനക്ക് മുന്നറിയിപ്പ് തരാൻ. മനോഹരമായ സ്ഥലം. കളിയാക്കണ്ട, ഇന്നത്തോടെ എല്ലാം തീരണം. പറയൂ, നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് ദീപയാണ്. അപ്പോൾ നീ പിന്മാറില്ല? ഇല്ല, ഭീഷണിപ്പെടുത്തി എന്നെ അയക്കാമെന്ന് കരുതണ്ട. എന്റെ ഒരു മുഖമേ നീ കണ്ടിട്ടുള്ളൂ. അത് സുന്ദരമാണ്, അതിന് കോപം ചേരില്ല. നിന്റെ കൊച്ചു വർത്തമാനം കേൾക്കാനല്ല നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. കൊല്ലാനാണോ? നിങ്ങൾ വെറുതെ വാശി പിടിച്ച് സ്വയം വിഡ്ഢിയാകണ്ട. നീ എന്നെ വിട്ടിയാക്കണ്ട. ഇന്ന് തന്നെ സ്ഥലം കാലിയാക്കണം. മേലിൽ വീട്ടിൽ വരികയോ ദീപയെ കാണാനോ പാടില്ല. ഇതിൽ നിന്ന് ഞാൻ പിന്മാറില്ല. അവസാന വാക്കാണോ? അതെ, ഇത്തരം കോപ്രായങ്ങൾ കണ്ടാൽ ഭയന്നോടുന്നവനല്ല ഞാൻ. ദീപയെ തട്ടിയെടുക്കാമെന്ന് നീ കരുതണ്ട. നിന്നെ ഞാൻ അതിനനുവദിക്കില്ല. മുടങ്ങിപ്പോയില്ലെങ്കിൽ നിനക്ക് സന്തോഷമായല്ലോ. എനിക്കറിയാമായിരുന്നു സുശീലിന്റെ വീട്ടുകാർക്ക് ഇഷ്ടമാവുമെന്ന്. ആ, നീ ഇതെവിടെ പോയി? ഞാനും സുദേവനും സുശീലിന്റെ വീട്ടിൽ പോയി. എല്ലാവരെയും കണ്ടു, കാര്യം അങ്ങോട്ട് അവതരിപ്പിച്ചു. ഉറപ്പിച്ചോ? ഇളമയോട് ആലോചിക്കാതെ ഉറപ്പിക്കുമോ? നല്ല തറവാട്, സമ്പത്ത്, സുശീൽ ഒരേ ഒരു മകൻ, മൂത്ത ഒരു പെണ്ണ് ശർമിള, വിവാഹം കഴിഞ്ഞ ആസ്ട്രേലിയയിൽ. ദീപ അവർക്ക് ഇഷ്ടമായി. ഞങ്ങളുടെ ദൗത്യം കഴിഞ്ഞു. ഇനി കാര്യങ്ങള് നിനക്കാ. എന്താ എന്റെ കാര്യം? അവന്റെ സ്വഭാവത്തിലും വീട്ടുകാരിലും സംശയം നിനക്കായിരുന്നല്ലോ, അത് തീർന്നു. ഇനി നീ തന്നെ നല്ലൊരു മുഹൂർത്തം നോക്കി തീയതി നിശ്ചയിച്ചാ മതി. എവിടെയായിരുന്നു? വെറുതെ എങ്ങനെ നടന്നു? എന്തിന്? ബോറടി തോന്നി. ഓഹോ, അപ്പൊ ബോറടി തുടങ്ങിയല്ലേ? ഇന്നെന്താ ഒരു ദേഷ്യം? ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ടാണോ ഈ കറക്കം? എന്ത് സംഭവം? അത് സസ്പെൻസ് ആണ്. കാര്യം പറയേ, എന്താണ് ഉണ്ടായത്? ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഒക്കെ തലവിധി. ഓ, എന്റെ കാര്യമാണോ? അതെ, അത് എന്നെയും ബാധിക്കുന്നതാണ്. എന്താണെന്ന് വെച്ചൊന്ന് പറയേ. ടെൻഷൻ ആവാതെ. ചേട്ടന്റെ കൂട്ടുകാരനെ പ്രേമിക്കുക, പൊല്ലാപ്പാവുക. വീട്ടുകാരുടെ തീരുമാനം കടുത്തതായി പോയി. എന്താ പ്രശ്നമായോ? ആയി. അവരുടെ തീരുമാനം കല്യാണം ഉടനെ നടത്തണമെന്നാണ്. എന്താ പറഞ്ഞത്? കല്യാണം നടത്താൻ തീരുമാനമായിരുന്നോ? തീരുമാനിച്ചു. അച്ഛനും ചേട്ടനും പൂർണ്ണ സമ്മതം. അല്ല, ഇളയമ്മ സമ്മതിച്ചോ? സമ്മതിച്ചു. എത്രയും പെട്ടെന്ന് നടത്താനാ തീരുമാനം.
സുശീൽ സുശീൽ എന്താടാ ആലോചിക്കുന്നത്? ഒന്നുമില്ല. സമയം ഒരുപാടായി, ഉറങ്ങാൻ നോക്ക്. ആ. ഉം. ഹാ. എന്താ? നീ വിജയിച്ചു എന്ന് കരുതുന്നുണ്ടോ? മനസ്സിലായില്ല. എല്ലാം നേടിയെടുത്തു എന്നാണ് നീ വിചാരിക്കുന്നതെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരമാണ്. ചില പൊട്ടൻ കളികൾ എനിക്കും ഇഷ്ടമാണ്. ഇതെന്റെ ജീവിതമാ, എന്റെ മോളുടെയും. നിങ്ങൾ വെറും വളർത്തമ്മ. സ്വയം വിചാരിച്ചാൽ വളർത്തമ്മ പെറ്റമ്മയാവില്ല. അതുകൊണ്ടായിരിക്കും നീ ചീത്തത്തരത്തിന് മുതിരുന്നത്. ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഇല്ലേ? ഓർമ്മയില്ലേ നിനക്ക്? ഒരിക്കൽ എന്നെ നീ അനുഭവിച്ചു. എന്റെ ജീവിതത്തിൽ പറ്റിയ ഒരേ ഒരു തെറ്റ്. അത് എന്റെ കുറ്റമാണോ? അതിന് നിങ്ങളും കുറ്റക്കാരിയല്ലേ? അതെ, അതിൽ ഞാൻ ഇന്ന് പശ്ചാത്തപിക്കുകയാണ്. അന്നത്തെ എന്റെ ചോരത്തിളപ്പ്, ഭർത്താവ് ഉണ്ടായിട്ടും സംതൃപ്തി നേടാനാവാതെ അസ്വസ്ഥമായി കഴിഞ്ഞ നാളിലെ തെറ്റ്. അപ്പോ കുറ്റക്കാർ പലരാണ്. പിന്നെന്തിനാ എന്നോട് മാത്രം കോപിക്കുന്നത്? എന്റെ ജീവിതത്തിലെ പുഴുക്കുത്താണ് ആ സംഭവം. ഞാൻ മറക്കാൻ ശ്രമിക്കുന്നതും. ദയവ് ചെയ്ത് എന്റെ മകളെ നശിപ്പിക്കരുത്. നശിപ്പിക്കാനല്ല കല്യാണം കഴിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അത് നടക്കില്ല. ഞാൻ ഒരു സ്ത്രീയാണ്. എനിക്കുമുണ്ട് വികാരങ്ങളും വിചാരങ്ങളും. പ്രായമായ മാധവേട്ടനെ വിവാഹം കഴിക്കേണ്ടി വന്ന എന്റെ ഗതികേടിലുണ്ടായ തെറ്റ്, ഞാനതിൽ ബോധവതിയാണ്. അതവിടെ കൊണ്ട് തീർന്നു. നിങ്ങൾ പകർന്നു തന്ന ആ രാത്രിയിലെ ലഹരി ഇവിടെ വെച്ച് നിങ്ങളെ കണ്ടത് മുതൽ എന്നെ പിന്തുടരുകയാണ്. ദീപ വളർത്തു മകളല്ലേ, അവളെ ഞാൻ കെട്ടിയാലും നമുക്ക് പഴയതുപോലെ കഴിയാം. നീ എന്താ കരുതി ഞാൻ ആണുങ്ങളെ തേടി നടക്കുന്ന വേശ്യയാണെന്നോ? എനിക്ക് കൂടുതൽ പറയാനില്ല. ഈ വിവാഹം നടക്കില്ല, ഞാൻ നടത്തില്ല. വെല്ലുവിളിയാണോ? അങ്ങനെയും കരുതാം. എങ്കിൽ ഞാൻ നടത്തും. കാണാം എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. എന്താ ഇവിടെ? കല്യാണം ഉറപ്പിച്ചതുകൊണ്ട് നീ വിജയിച്ചു എന്ന് കരുതുന്നുണ്ടോ? ഇല്ല, കല്യാണത്തിന് ശേഷമാണ് എന്റെ വിളയാട്ടം തുടങ്ങാൻ പോകുന്നത്. നിന്റെ പൊട്ടം കളിയിൽ ബലിയാടാകുന്നത് ഞാനും എന്റെ മോളുമാണ്. മോളോ? സ്വയം തീരുമാനിച്ചാൽ പോറ്റമ്മ പെറ്റമ്മയാവില്ല. പൂച്ചയെ പോലെ പതുങ്ങി വന്ന നീ വിഷം ചീറ്റി ഭയപ്പെടുത്തുകയാണോ? ക്രൂരയായ ഒരു കൊലയാളിക്ക് അങ്ങനെ തോന്നുന്നതിൽ തെറ്റില്ല.
ഒരു പാവം വാച്ച്മാനെ നിഷ്കരണം കൊന്ന നിങ്ങളെ സുശീൽ, നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യരുത്. ചെയ്യും. അതിനാണ് ഞാൻ വന്നത്. നിന്നെയും നിന്റെ കുടുംബത്തെയും ഇല്ലാതാക്കി എല്ലാം നേടാൻ. ആ കൊലപാതക രഹസ്യം ഞാൻ പുറത്താക്കും. ഞാൻ കൊന്നെങ്കിൽ അതിന് ഉത്തരവാദി നീയും കൂടിയാണ്. ശിക്ഷ നിനക്കും കൂടി ഉള്ളതാണ്. അതിന് തെളിവുകളില്ല. ഞാൻ മാപ്പുസാക്ഷി, നീ കൊലയാളി. ബ്ലാക്ക്മെയിൽ ചെയ്യുക മാത്രമല്ല, നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കും, ജയിലിലടപ്പിക്കും. നീ ഒന്നും ചെയ്യില്ല. ഇന്ന് നിനക്കുള്ള ദിവസമാണ്. ഈ രാത്രി രക്ഷപ്പെടാൻ വേണ്ടി എന്റെ മോളെ ബലിയാടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൾ എനിക്ക് കറവ പശുവാണ്. അവളെ വെച്ച് ഞാൻ എല്ലാം നേടും. എനിക്ക് ജീവിതം ആസ്വദിക്കണം. പ്രതിബന്ധങ്ങളൊന്നും ഞാൻ ബാക്കി വെക്കില്ല. എന്ന് വെച്ചാൽ ഈ കുടുംബത്തിന്റെ അടിത്തറ ഞാൻ ഇളക്കും, എല്ലാം സ്വന്തമാക്കും. സുദേവൻ എതിർത്താൽ അവനെയും ഞാൻ തീർക്കും. ദീപയെ കുടിച്ചിപ്പട്ടിയെ പോലെ പുറകെ നടത്തിക്കും. ശബ്ദിച്ചു പോകരുത്. പോകരുത്. അടുത്ത് ഫുൾ ഫിഗർ വേണം കേട്ടോ. എന്താ ഇയാളുടെ പേര്? സുശീൽ, എന്റെ കൂട്ടുകാരനാണ്. ഓഹോ, എത്ര നാളായി ഇവിടെ വന്നിട്ട്? ഒരാഴ്ചയായി. ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം എന്താ? ഞങ്ങൾ ഒന്നിച്ചാണ് സിറ്റിയിൽ പഠിച്ചതും താമസിച്ചതും. ഓഹോ, തുറന്നു വന്നേ. ഈ പയ്യനെ എത്ര നാളായിട്ട് സാറിന് അറിയാം? മകൻ പറഞ്ഞറിയാം. ഒരാഴ്ചയായുള്ളൂ നേരെ കണ്ടിട്ട്. ഓഹോ, എത്രക്കാരനായിരുന്നു? സൽസ്വഭാവി, ഒതുങ്ങി കൂടുന്ന പ്രകൃതം, കലാകാരൻ. മദ്യപിക്കാറുണ്ടായിരുന്നു? ഐ മീൻ, ഏതെങ്കിലും തരത്തിലുള്ള ലഹരിക്കടിമ? ഇല്ലേ ഇല്ല. സുശീലിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള മോശപ്പെട്ട അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഇല്ല, നല്ല കുട്ടിയായിരുന്നു. ദീപയുമായുള്ള വിവാഹത്തിന് അനുകൂലമായിരുന്നോ? എല്ലാം അന്വേഷിച്ചറിഞ്ഞിട്ട് മതി കല്യാണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നോ? ഇഷ്ടക്കേടൊന്നും ഉണ്ടായിരുന്നില്ല. ദീപ സ്വന്തം മകളല്ല അല്ലേ? മകളെ പോലെയാണ്. ദീപ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ? അതെ, എത്ര കാലമായിട്ട് അറിയാം സുശീലിനെ? ഗ്രീറ്റിംഗ്സിലൂടെ അറിയാം. അപ്പോൾ നേരിട്ട് കണ്ടതിന് ശേഷമാണ് പ്രേമം തുടങ്ങിയത്. ഗ്രീറ്റിംഗ്സ് ഒക്കെ ദീപ അയച്ചതല്ലേ? അതെ. നിങ്ങളുടെ പ്രേമത്തെ ഇവിടെ ആരെങ്കിലും എതിർത്തിരുന്നോ? ഇല്ല. ദീപയെ വേറെ ആരെങ്കിലും പ്രേമിച്ചിരുന്നോ? ഐ മീൻ, വൺ വേ ട്രാക്ക് ലവ്? ഇല്ല. ഈ കൊലപാതകത്തിൽ ദീപയ്ക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എനിക്കൊന്നും അറിയില്ല. ഇപ്പിക്കുള്ളൂ. തന്റെ കൂട്ടുകാരോട് വരാൻ പറയൂ.
ഈ മുറിയിലാണോ സുശീൽ താമസിച്ചിരുന്നത്? അതെ, ഈ ബാഗൊക്കെ? അത് സുശീലിൻ്റെതാണ്. ആ. ഉം. ഉം. ആ. ഉം. ഈ ദീപ സുശീലിന്റെ ലവറാണോ? അവർ ഇഷ്ടത്തിലായിരുന്നു. വിവാഹത്തിന് ഇരു വീട്ടുകാരും സമ്മതിച്ചതായിരുന്നു. ആർക്കെങ്കിലും എതിർപ്പുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ആർക്കും എതിർപ്പുണ്ടായിരുന്നില്ല. ഓഹോ. ആരെയെങ്കിലും സുദേവന് സംശയമുണ്ടോ? ഇല്ല. എപ്പോഴാ സുശീൽ കിടക്കാൻ പോയത്? ആഹാരം കഴിച്ചിട്ട് ഉടനെ തന്നെ പോയി. ഓഹോ, ശരി. താൻ വരൂ. തൃപ്തിയായില്ലേ നിങ്ങൾക്ക്? മോൻ എന്താ ഇങ്ങനെ പറയുന്നത്? അവനൊരു പാവമായിരുന്നില്ലേ? ഞാൻ എന്താ ചെയ്തത്? എനിക്കറിയാം, നിങ്ങളാണ് അവനെ കൊന്നത്. പോലീസിനോട് എല്ലാം തുറന്നു പറയണമെന്ന് ഞാൻ കരുതിയതാ. അല്ല മോനെ, ഞാനല്ല സുശീലിനെ കൊന്നത്. ഞാനത് വിശ്വസിക്കണം. എന്നെ പോലെ ആയിരുന്നില്ലേ നിങ്ങൾ അവനെ കാണേണ്ടിയിരുന്നത്? ദേഷ്യപ്പെട്ടെങ്കിലും എനിക്ക് അവനോട് വെറുപ്പുണ്ടായിരുന്നില്ല. ഞാൻ സത്യമാണ് പറയുന്നത്. ദീപയെ നിങ്ങൾ മോളെന്ന് വിളിച്ചതിന് കുറച്ചെങ്കിലും കരുണ കാട്ടമായിരുന്നു. എന്നെ വിശ്വസിക്കും മോനെ, എനിക്കൊന്നും അറിയില്ല. നീ എന്നെ കുറ്റവാളിയാക്കരുത്. നിങ്ങൾ കുറ്റവാളിയാണ്, കൊലപാതകയാണ്. എനിക്ക് നിങ്ങളെ വെറുപ്പാണ്, വെറുപ്പ്. മോളെ, മോളെ, ദീപേ, നീ കരുതുന്നുണ്ടോ സുശീലിനെ കൊന്നത് ഞാനാണെന്ന്? ഒരു ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. അല്ലാതെ ഒരാളെ കൊല്ലാൻ മാത്രം ധൈര്യമൊന്നും എനിക്കില്ല. എല്ലാവരും സംശയിക്കുന്നത് എന്നെയാണ്. ഞാൻ എങ്ങനെ എന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തും? നിങ്ങളിത് കേൾക്കുന്നില്ലേ? നമ്മുടെ മക്കൾ എന്നെ സംശയിക്കുന്നു. മോൾ എന്നെ രണ്ടാനമ്മെന്ന് പറയുന്നു. ഞാനിത് എങ്ങനെ സഹിക്കും? എന്താ ഒന്നും പറയാത്തത്? അവരോട് പറ, ഞാനല്ല സുശീലിനെ കൊന്നതെന്ന്. ഞാൻ നിരപരാധിയാണെന്ന്. എന്റെ മക്കൾ എന്നെ തള്ളി പറയുന്നത് കേട്ടില്ലേ? പ്രഭാവതി, എന്നാലും നീ ഇത്രയും വേണ്ടിയിരുന്നില്ല.
എന്താ ഈസ വല്ല തെളിവും കിട്ടിയോ? വ്യക്തമായ തെളിവ് കിട്ടി. ആരാ? ആ. എന്തിനാ കുട്ടി ഇത് ചെയ്തത്? ഉം? പറയൂ, എന്തിനാണ് അവനെ കൊന്നത്? വിധി അങ്ങനെയായിപ്പോയി. എനിക്കത് ചെയ്യേണ്ടി വന്നു. നിങ്ങളെ അതെ അച്ഛാ, ഞാനാണ് സുശീലിനെ കൊന്നത്. പറയൂ, എന്താണ് ഉണ്ടായത്? സുശീലിനെ ഞാൻ ഏറെ സ്നേഹിച്ചു. പക്ഷെ അയാൾ വഞ്ചകനായിരുന്നു. പൊറുക്കാനാവാത്ത പലതും മറച്ചു വെച്ചാണ് അയാൾ എന്നെ സ്നേഹിച്ചത്. അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റുകൾ ആവർത്തിച്ച് രസിക്കുന്നതായിരുന്നു അയാളുടെ ഹോബി. അന്ന് രാത്രി നീ എന്താ കരുതി ഞാൻ ആണുങ്ങളെ തേടി നടക്കുന്ന വേശിയാണെന്നോ? എനിക്ക് കൂടുതൽ പറയാനില്ല. ഈ വിവാഹം നടക്കരുത്. നടക്കാൻ ഞാൻ അനുവദിക്കില്ല. വെല്ലുവിളിയാണോ? അങ്ങനെയും കരുതാം. എങ്കിൽ ഞാൻ നടത്തും. കാണാം എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. ഈ കുടുംബത്തിന്റെ അടിത്തറ ഞാൻ ഇളക്കും. എല്ലാം സ്വന്തമാക്കും. ദീപയെ കൊടിച്ചിപ്പെട്ടിയെ പോലെ പുറകെ നടത്തിക്കും. എന്ന് വെച്ചാൽ ഈ കുടുംബത്തിന്റെ അടിത്തറ ഞാൻ ഇളക്കും. എല്ലാം സ്വന്തമാക്കും. സുദേവൻ എതിർത്താൽ അവനെയും ഞാൻ തീർക്കും. ദീപയെ കൊടിച്ചിപ്പട്ടിയെ പോലെ പുറകെ നടത്തിക്കും. ശബ്ദിച്ചു പോകരുത്. പോകരുത്. ഈ കുടുംബത്തിന്റെ അടിത്തറ ഞാൻ ഇളക്കും. എല്ലാം സ്വന്തമാക്കും. സുദേവൻ എതിർത്താൽ അവനെയും ഞാൻ തീർക്കും. ദീപയെ കൊടിച്ചിപ്പട്ടിയെ പോലെ എന്റെ പുറകെ നടത്തിക്കും ഞാൻ. ദീപേ, ഉറക്കം വന്നില്ലേ? ഉറക്കം വരില്ല. എല്ലാം ഞാൻ കേട്ടു. അമ്മായിയമ്മയും മരുമകനും തമ്മിലുള്ള പഴയ കഥാസാരം ഉഗ്രനായിട്ടുണ്ട്. അത് ഞാൻ വെറുതെ വെറുതെ പാവപ്പെട്ട സ്ത്രീകളോട് സ്നേഹം നടിച്ചു വഞ്ചിക്കുക, എന്നിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്ത് കുടുംബം നശിപ്പിക്കുക, പിന്നെ സ്നേഹം പ്രകടിപ്പിക്കുക, ചതിക്കുക, ഒക്കെ വെറുതെ. ഞാൻ ആരെയും കളിച്ചിട്ടില്ല. ഇനിയും ആരെയും ചതിക്കാൻ പാടില്ല. വളർത്തമ്മയാണെങ്കിലും എനിക്ക് ഒരു പെറ്റമ്മയാണ്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നീ എന്നെ ചതിച്ചു, എന്റെ അമ്മയെ ചതിച്ചു. നിനക്ക് സുഖിക്കണം, എന്നെ വെച്ച് പലതും നേടണം. എല്ലാം നേടിയില്ലേ നീ? ഇനി നിനക്ക് എന്റെ ചേട്ടനെ ഇല്ലാതാക്കണം അല്ലേ? നീ എന്താണ് ഈ ചെയ്തത്? നിന്റെ പ്രവൃത്തിക്കുള്ള ശിക്ഷ. ദീപേ, നീ
മോളെ ഡാഡി പ്രഭാതി പ്രഭാതി എന്തിനാടി എന്തിനാടി നീ ഇത് ചെയ്തത്? എനിക്ക് അബദ്ധം പറ്റിപ്പോയി, എനിക്ക് അബദ്ധം പറ്റിപ്പോയി. എന്റെ പൊന്നെ പൊന്നെ ഇങ്ങോട്ട് നോക്ക്. അയ്യോ എന്നോട് ക്ഷമിക്കേ, എന്നോട് ക്ഷമിക്കുമ്പോളെ. നോക്കിക്കേ, പ്രഭാവതി എന്നോട് ക്ഷമിക്കേ, ക്ഷമിക്കുമ്പോളെ. ഭൂതം, ഭാവി, വർത്തമാനം, ഈ സങ്കല്പത്തിൽ ഒതുങ്ങുന്ന അല്പജീവിതം. ഇതിലെ അർത്ഥങ്ങൾ തുലനം ചെയ്തു നോക്കിയാൽ കൂടെ എത്തുന്ന അന്ധകാരം, അവിടെ കേൾക്കുന്ന ആരവം, അത് സുഖത്തിൻ്റെതോ ദുഃഖത്തിൻ്റെതോ.